ലിജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ പച്ചടിയാണ് കേട്ടോ. പച്ചടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ കുമ്പളങ്ങ, തേങ്ങ, തൈര്, പച്ചമുളക് ഇതൊക്കെയാണ് പ്രധാനമായ ആവശ്യ ഘടകങ്ങൾ. കുമ്പളങ്ങ ഈ കാണുന്ന വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നു. എന്ന് കരുതി കുമ്പളങ്ങ കൊണ്ട് മാത്രമല്ല കേട്ടോ പച്ചടി ഉണ്ടാക്കാറ്, പപ്പായ കൊണ്ടൊക്കെ പച്ചടി ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ്. സാധാരണ കല്യാണ സദ്യകളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് കുമ്പളങ്ങ പച്ചടി തന്നെയാണ്. ഈ കുമ്പളങ്ങ ഈ കാണുന്ന വലിപ്പത്തിൽ അരിയുന്നു. അതിനുശേഷം തൈര്, അതുപോലെ തന്നെ പച്ചമുളക്, ഉപ്പ്, കടുക് ഇതൊക്കെയാണ് ഇതിലെ മറ്റ് ഘടകങ്ങളെന്ന് പറയുന്നത്. പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് 3 എണ്ണം, ആവശ്യത്തിന് തൈര്, കടുക്, തേങ്ങ, ഉപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പച്ചടി വളരെ ടിമ്മിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നോക്കാം. പച്ചടിയുടെ സ്വാദിൽ പ്രധാനിയാണ് ഈ കുഞ്ഞൻ കടുക് എന്ന് പറയുന്നത്. കടുക് നന്നായി ചതച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ പച്ചടി ഒരു സുന്ദരൻ പച്ചടിയായി മാറുന്നത്. അതുപോലെ തന്നെ മറ്റു ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ തൈരാണ്. തൈര് ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വട്ടത്തിലരിഞ്ഞ പച്ചമുളക്, ഇവ 3 ചേർത്ത് ഉപ്പും കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ പച്ചടി നമ്മൾ തയ്യാറാക്കുന്നു. പിന്നെ പ്രധാനിയായി നിൽക്കുന്ന അരവ് തേങ്ങാക്കാരനാണ്. ഞാനൊരു 1.5 ഭീമൻ തേങ്ങ തന്നെയാണ് ഈ പച്ചടിക്കായി എടുത്തിരിക്കുന്നത്. എത്രമാത്രം തേങ്ങ കൂടുന്നുവോ അത്രമാത്രം പച്ചടിയുടെ സ്വാദിനെ അത് സ്വാധീനിക്കുന്നു എന്നത് മറ്റൊരു വാസ്തവം തന്നെയാണ്. പച്ചടി തയ്യാറാക്കുന്നതിനായി നമ്മൾ ആദ്യം തന്നെ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, അതുപോലെ ഉപ്പ് ഇവയെല്ലാം ചേർത്തുകൊണ്ട് ആവശ്യത്തിന് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് പാത്രം നന്നായി മൂടി അടുപ്പത്തേക്ക് വയ്ക്കുന്നു. ഇത് ഏകദേശം 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ടാവും. ആ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ മറ്റു ചില പണികളിലേക്കാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഭീമൻ തേങ്ങയെ നന്നായി ചിരകി അരച്ചു വയ്ക്കണം. അതുപോലെ തൈരും കൂടി ചേർത്ത് നമുക്ക് ആ കൂട്ടൊന്ന് തയ്യാറാക്കണം. തേങ്ങ നന്നായി ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈ തിരകിയ തേങ്ങ മിക്സിയിലേക്ക് ഇടുന്നു. ആവശ്യത്തിന് ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. കാരണം പച്ചടിയാണ്, അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് കറി പോലെയാവും. കുറച്ച് കട്ടിയിലാണ് നമുക്ക് പച്ചടി വേണ്ടത്. അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കടുകും കൂടി ചേർക്കുന്നു. കടുക് പല രീതിയിൽ ചേർക്കും കേട്ടോ. എല്ലാവരും സാധാരണ ചെയ്യാറ് തേങ്ങാക്കൂട്ട് ഒഴിച്ചതിന് ശേഷം കടുക് ചതച്ചിടാറുണ്ട്. ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി കടുക് തേങ്ങയോടൊപ്പം തന്നെ അരവിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായാലും നമ്മുടെ ഈ കൂട്ട് രുചികരമായിരിക്കും. അപ്പം നമുക്ക് മിക്സിയിലേക്ക് ഇവയൊന്നിട്ട് അടിച്ചെടുക്കാം. കടുകും വെള്ളവും ചേർത്തുകൊണ്ട് നമ്മുടെ തേങ്ങാക്കൂട്ട് ഈ അരവ് പാകത്തിന് അരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം കുറച്ചാൽ വളരെ നന്നായിരിക്കും. ഈ ഒരു പാകത്തിനാണ് നമ്മുടെ തേങ്ങ അരവേണ്ട ആവശ്യമുള്ളൂ. അധികമൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ആവശ്യത്തിന് തൈര്, നേരത്തെ എടുത്ത് വെച്ച 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് ഒന്നുകൂടി ഞാനത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നു. തൈര് ഒന്നുകൂടി സെറ്റാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ടാവും. നമുക്കതിലേക്ക് നോക്കാം. നമ്മുടെ കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഈ വെന്ത കുമ്പളങ്ങയെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യണം. മറ്റൊന്നുമല്ല, തൈര് പോലുള്ള സാധനങ്ങൾ, അതായത് തൈര് പോലുള്ള നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരം കറികളിൽ നമ്മളൊന്ന് തണുപ്പിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് കുമ്പളങ്ങ തണുക്കുന്നതിനായി മാറ്റി വെക്കുന്നു. കുമ്പളങ്ങ നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നേരത്തെ അരച്ചതിൻ്റെ ബാക്കി കുറച്ച് തൈരുള്ളത് കൂടി ചേർത്തിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ബാക്കി ഉണ്ടായത് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി ചേർത്തു എന്ന് മാത്രം. അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചു. അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച അരവ് കൂട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടി ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം 90% നമ്മുടെ പച്ചടി റെഡിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി മറ്റൊന്നും വേണ്ട. ഈ അരവ് കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നോക്കുക ഉപ്പ് ആവശ്യത്തിന് തന്നെ ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. അധികമാവാതെ സൂക്ഷിക്കണം കേട്ടോ. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ ചാലിച്ച് ചേർത്താൽ മാത്രം മതി. ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ പച്ചടി റെഡി. കല്യാണ സദ്യകളിൽ ഉണ്ടാകുന്ന ഗംഭീരം പച്ചടിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.